2026-ലെ ICC മെൻസ് T20 ലോകകപ്പ് ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 4 തീയതി ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിൽ ഒരു തകർപ്പൻ സെമിഫൈനൽ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ കൊൽക്കത്തയിലുള്ള ഐതിഹാസിക ഈഡൻ ഗാർഡൻസിലാണ് ഈ നിർണായക മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീം ടൂർണമെന്റിന്റെ ഫൈനൽ ഉറപ്പിക്കും. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പിന്റെ 10ാം പതിപ്പ് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ്. മൊത്തം 20 ടീമുകളാണ് 55 മത്സരങ്ങളിലായി കിരീടത്തിനായി പോരാടുന്നത്. ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഈ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇടം നേടിയത് അത്ര എളുപ്പമായിരുന്നില്ല. 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളായുള്ള ഗ്രൂപ്പ് സ്റ്റേജും അതിനുശേഷം സൂപ്പർ 8 സ്റ്റേജുമൊക്കെ കടന്നാണ് അവർ ഇവിടം വരെ എത്തിയത്. ഈ മത്സരത്തിന്റെ പ്രാധാന്യം കൂട്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രണ്ട് വമ്പന്മാർ ഒരു സെമിഫൈനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോക്കൌട്ട് മത്സരത്തിലോ നേർക്കുനേർ വരുന്നത്. T20 ലോകകപ്പ് മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ന്യൂസിലൻഡിനെതിരെ ഒരു മികച്ച റെക്കോർഡുണ്ട്. ഇതുവരെ ബ്ലാക്ക് ക്യാപ്സിനോട് തോൽവി അറിയാത്ത ടീമാണ് ദക്ഷിണാഫ്രിക്ക. ഈ ചരിത്രപരമായ മേൽക്കോയ്മയും ഇരു ടീമുകളുടെയും ആദ്യ T20 ലോകകപ്പ് കിരീടമെന്ന സ്വപ്നവും ഇന്നത്തെ മത്സരം ഒരു തകർപ്പൻ ചരിത്ര പോരാട്ടമാക്കി മാറ്റുമെന്നുറപ്പാണ്. ചരിത്രം നോക്കുകയാണെങ്കിൽ ICC മെൻസ് T20 ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വ്യക്തമായ ആധിപത്യം തന്നെയായിരുന്നു എപ്പോഴും. ഇതുവരെ 5 തവണയാണ് ഈ ടൂർണമെന്റിൽ ഇവർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 2007-ലെ ആദ്യ എഡിഷൻ മുതൽ 2009, 2010, 2014, ഇപ്പോഴത്തെ 2026 ടൂർണമെന്റിലെ ഒരു കളിയിലും എല്ലാറ്റിലും ജയിച്ചത് പ്രോട്ടിയാസ് തന്നെയായിരുന്നു. ഈ 2026 എഡിഷനിലെ അവസാനത്തെ ഏറ്റുമുട്ടലിൽ അഹമ്മദാബാദിൽ വെച്ച് സൗത്ത് ആഫ്രിക്ക 7 വിക്കറ്റിനാണ് ന്യൂസിലൻഡിനെ തകർത്തത്. ഇത് സെമി ഫൈനലിലേക്ക് പോകുമ്പോൾ അവർക്കൊരു വലിയ മാനസിക മുൻതൂക്കം നൽകുന്നുമുണ്ട്. മൊത്തത്തിലുള്ള T20 ഇന്റർനാഷണലുകളുടെ കണക്കെടുത്താലും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെയാണ്. ഇരു ടീമുകളും തമ്മിൽ കളിച്ച 19 മത്സരങ്ങളിൽ ന്യൂസിലൻഡിന് 7 വിജയങ്ങൾ മാത്രമുള്ളപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് 12 വിജയങ്ങളുണ്ട്. ഈ ചരിത്രപരമായ മേൽക്കൈ സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ടെങ്കിലും ന്യൂസിലൻഡിനെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാൻ പറ്റില്ല. പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചുവരാനുള്ള അവരുടെ കഴിവും ICC ടൂർണമെന്റുകളുടെ നിർണായക ഘട്ടങ്ങളിൽ മികവ് കാട്ടുന്നതിലും അവർ പേരുകേട്ടവരാണ്. അതുകൊണ്ടുതന്നെ ഒരു നോക്കൌട്ട് മത്സരത്തിൽ അവർ തീർച്ചയായും ശക്തരായ എതിരാളികളാണ്. ഈഡൻ ഗാർഡൻസിലെ പിച്ച് പേസർമാർക്കും സ്പിന്നർമാർക്കും ഒരുപോലെ പിന്തുണ നൽകുന്ന സന്തുലിതമായ ഒന്നാണ്. അതുകൊണ്ടുതന്നെ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഈ പിച്ചിന് നിർണായക പങ്കുണ്ടാകും. ഇരു ടീമുകൾക്കും സാഹചര്യമനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം സെമിഫൈനലിലേക്കുള്ള അവരുടെ യാത്രയിൽ പലപ്പോഴും ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനങ്ങൾ കാണാം. ശക്തമായ പേസ് ബൌളിംഗ് നിരയും അതുപോലെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പുമാണ് അതിന് കരുത്താകാറ്. പ്രധാന കളിക്കാർ എന്ന് പറയുമ്പോൾ നല്ല വേഗതയിലും സ്വിംഗിലും പന്തെറിഞ്ഞ് എതിരാളികളെ ബുദ്ധിമുട്ടിക്കാൻ കഴിവുള്ള പേസ് ബോളർമാരും ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഒരുപോലെ തിളങ്ങുന്ന ഓൾറൗണ്ടർമാരുമാണ് അവരുടെ പ്രധാന ശക്തി. അടിച്ചു കളിക്കുന്ന ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരും സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂളായി കളിച്ച് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള പരിചയസമ്പന്നരായ കളിക്കാരിലുമാണ് അവരുടെ ബാറ്റിംഗ് കരുത്ത് പലപ്പോഴും കാണുന്നത്. T20 ക്രിക്കറ്റിൽ പ്രോട്ടിയാസ് എന്നും മുൻനിരയിലുള്ള ടീമുകളിൽ ഒന്നാണ്. ഓരോ കളിക്കാരന്റെയും വ്യക്തിഗത മികവും ടീമിന്റെ ഒത്തൊരുമിച്ചുള്ള തന്ത്രങ്ങളുമാണ് അതിന് കാരണം. ഈ ടൂർണമെന്റിൽ സൂപ്പർ 8 ഘട്ടത്തിൽ ഒരൊറ്റ തോൽവി പോലും അറിയാതെ മുന്നേറിയത് അവർക്ക് കിരീടം നേടാനുള്ള മോഹം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒട്ടും പരിഭ്രമിക്കാതെ കളിക്കുന്നതിലും തങ്ങളുടെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കുന്നതിലുമായിരിക്കും ടീമിന്റെ പ്രധാന ശ്രദ്ധ. പ്രത്യേകിച്ചും T20 മത്സരങ്ങളുടെ വിധി പലപ്പോഴും തീരുമാനിക്കപ്പെടുന്ന പവർ പ്ലേയും ഡെത്ത് ഓവറുകളും പോലുള്ള നിർണായക ഘട്ടങ്ങളിൽ. എന്നും മികച്ചതായിട്ടുള്ള അവരുടെ ഫീൽഡിംഗ് നിര ബൗണ്ടറിയാകുമായിരുന്ന പല പന്തുകളും ഡോട്ട് ബോളാക്കുന്നതിനും റൺ ഔട്ട് ചാൻസുകൾ ഉണ്ടാക്കുന്നതിനും നിർണായക പങ്കുവഹിക്കും. ന്യൂസിലൻഡിന്റെ സെമിഫൈനൽ യാത്രകളിൽ നമ്മൾ എപ്പോഴും കാണുന്നത് അവരുടെ ചില പ്രത്യേകതകളാണ്. അച്ചടക്കമുള്ള ബോളിംഗും തന്ത്രപരമായ ബാറ്റിംഗും ഒപ്പം കിടിലൻ ഫീൽഡിംഗും. ബ്ലാക്ക് ക്യാപ്സ് പലപ്പോഴും ആശ്രയിക്കുന്നത് പരിചയസമ്പന്നരായ കളിക്കാരെയും ഒപ്പം വളർന്നുവരുന്ന യുവപ്രതിഭകളെയും ഒരുപോലെയാണ്. അവരുടെ ബോളിംഗ് നിരയിലേക്ക് നോക്കിയാൽ കൃത്യതയുള്ള പേസ് ബൌളർമാരും തന്ത്രശാലികളായ സ്പിന്നർമാരും അടങ്ങുന്ന ഒരു മികച്ച ചേരുവ കാണാം. എതിരാളികളുടെ റൺ ഒഴുക്ക് തടയാനും നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ബാറ്റിംഗിലാണെങ്കിൽ കണക്കുകൂട്ടിയുള്ള ആക്രമണത്തിനും മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിനും ഒപ്പം ഇന്നിംഗ്സിന്റെ അവസാന ഘട്ടങ്ങളിൽ വേഗത കൂട്ടുന്നതിനും ന്യൂസിലാൻഡ് പ്രത്യേക ഊന്നൽ നൽകാറുണ്ട്. ICCകളിൽ സ്ഥിരമായി അവസാന ഘട്ടങ്ങളിൽ എത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. നിരവധി തവണ സെമിഫൈനലിലും കഴിഞ്ഞ T20 ലോകകപ്പിൽ റണ്ണറപ്പായതും ഇതിനുദാഹരണം. എന്നിട്ടും ഇതുവരെ കൈപ്പിടിയിലൊതുങ്ങാത്ത T20 ലോകകപ്പ് കിരീടം തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രധാന സ്വപ്നം. പ്രത്യേകിച്ച് ഇന്ത്യയെയും ശ്രീലങ്കയെയും പോലുള്ള ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അവരുടെ കഴിവ് ഈ ലോകകപ്പിലെ അവരുടെ പ്രകടനത്തിൽ ഒരു പ്രധാന ഘടകമായിരിക്കും. ടീമിന്റെ ഒത്തൊരുമയും സമ്മർദ്ദഘട്ടങ്ങളിൽ നന്നായി കളിക്കാനുള്ള അവരുടെ കഴിവും ഈ ലോകകപ്പിൽ വളരെ നിർണായകമാകും. കാരണം ഈ ടൂർണമെന്റ് ഫോർമാറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള തങ്ങളുടെ ചരിത്രപരമായ പോരായ്മകളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ഈ നിർണായക സെമിഫൈനലിന് ഇരു ടീമുകളും ഒരുങ്ങുമ്പോൾ തന്ത്രപരമായ നീക്കങ്ങൾക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം. സൗത്ത് ആഫ്രിക്കയുടെ പേസ് നിര ആദ്യ ഓവറുകളിലെ സ്വിംഗും സീം മൂവ്മെന്റും പരമാവധി മുതലെടുക്കാൻ നോക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിലെ ഒരുപക്ഷേ ബോളർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ മധ്യ ഓവറുകളിൽ നിയന്ത്രണം ഏറ്റെടുക്കാനായിരിക്കും സ്പിന്നർമാരുടെ ശ്രമം. ന്യൂസിലൻഡിന്റെ അച്ചടക്കമുള്ള ബൌളിംഗിനെ മറികടക്കാനും ഒരു മികച്ച സ്കോർ പിന്തുടർന്ന് നേടാനോ അല്ലെങ്കിൽ പടുത്തുയർത്താനോ ഉള്ള ചുമതല അവരുടെ ബാറ്റിംഗ് നിരയ്ക്കായിരിക്കും. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ബൌളിംഗ് മാറ്റങ്ങളിലൂടെയും തന്ത്രപരമായ ഫീൽഡ് സെറ്റിംഗിലൂടെയും സൗത്ത് ആഫ്രിക്കയുടെ താളം തിരിക്കുന്നത് നിർണായകമാകും. ബൌളിംഗ് ഭീഷണിയെ മറികടക്കുന്നതിനൊപ്പം മികച്ച സ്കോറിംഗ് നിരക്ക് ഉറപ്പുവരുത്തുകയും വേണം അവരുടെ ബാറ്റ്സ്മാൻമാർ. പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയുടെ പ്രധാന വിക്കറ്റ് വേട്ടക്കാരെ കരുതിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. മാർച്ച് 8 നടക്കുന്ന ഫൈനലിലേക്ക് മുന്നേറാൻ ഒരു പിഴവും വരുത്താത്ത പ്രകടനവും മികച്ച വ്യക്തിഗത സംഭാവനകളും ഗെയിം പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കുന്നതും അത്യാവശ്യമാണെന്ന് ഇരു ടീമുകൾക്കും നന്നായി അറിയാം.
ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളുടെ കരുത്തും തന്ത്രപരമായ നീക്കങ്ങളും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ആവേശകരമായ പോരാട്ടത്തിന് ഈ സെമിഫൈനൽ വേദിയാകും. തങ്ങളുടെ ആദ്യ ICC മെൻസ് ടി20 ലോകകപ്പ് കിരീടം നേടാൻ ഇരു ടീമുകൾക്കും അതിയായ ആഗ്രഹമുണ്ട്.